നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ യൂണിവേഴ്സിറ്റികളിലായി 2024-26 വർഷത്തേക്ക് 2 വർഷത്തെ BEdനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ അയച്ച് എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് BEd, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കണം? പലപ്പോഴും പലരും ഇങ്ങനെ അതിശയത്തോടുകൂടി നോക്കുന്ന ഒരു സിലബസ് ആണ് BEdൻ്റേത്. വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ, ഏകദേശം 60ഓളം സബ്ജക്റ്റുകൾ പഠിച്ചു വന്ന പല കോളേജുകളിൽ പല രീതികളിൽ, അതായത് ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് ഒരൊറ്റ സ്ട്രീമിലേക്ക് മാറുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് നമുക്ക് BEd അഡ്മിഷൻ കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു ക്ലാസ്സിൽ, ഞാനൊക്കെ ജനറൽ പേപ്പർ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ചെന്നാൽ ചിലപ്പോൾ ഇരിക്കുന്ന 60 കുട്ടികൾ 60 വിഷയങ്ങളായിരിക്കാം. അപ്പം വ്യത്യസ്ത വിഷയങ്ങൾ പഠിച്ചു വന്നവർക്ക് എങ്ങനെ BEdൻ്റെ മെത്തഡോളജിയും പെഡഗോജിയും പുതിയ ഒരുപാട് ടേമുകളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ളത് വലിയൊരു ആശങ്കയാണ്. ഇപ്പോൾ പഠനത്തിനായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. BEdന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ വിഷയങ്ങളാണ്, എത്ര മാർക്കിനാണ്, ഏതൊക്കെ പേപ്പറുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷകൾ, വളരെ രസകരമായ രീതിയിലുള്ള പല പരീക്ഷകളും നമ്മൾ ആദ്യമായിട്ട് നേരിടുന്ന ഒരു കാലഘട്ടമാണ് BEd പഠനം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഇയർ BEdൻ്റെ കരിക്കുലം ഫ്രെയിംവർക്കിൽ സെമസ്റ്റർ 1 സാധാരണയായിട്ട് സെമസ്റ്റർ 1 നമ്മൾ കണക്കാക്കുന്നത് ജൂൺ മുതൽ ഒക്ടോബർ മാസം വരെയാണ്. പലപ്പോഴും അഡ്മിഷൻ ലേറ്റ് ആവുന്നത് കൊണ്ടാണ് ആ ഒരു കാലതാമസം വരുന്നത്. നമുക്ക് ഒരു ക്രെഡിറ്റ് 30 മണിക്കൂറുകളായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ഒരു ക്രെഡിറ്റിന് 25 മാർക്കാണ്. നമുക്ക് 5 പേപ്പറുകളാണ് പ്രധാനമായിട്ടുള്ളത് ഒരു ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത്. അതിൽ തിയറി പാർട്ട് വരുന്നതാണ്. ആദ്യത്തെ 3 പേപ്പർ ജനറൽ പേപ്പറുകളാണ്. അതിൻ്റെ സബ്ജക്റ്റ് കോഡാണ് EDU 01, 02, 03 എന്ന് പറയുന്നത്. ഫസ്റ്റ് പേപ്പർ EDU 01 എന്ന് പറയുന്നത് നോളജ് ആൻഡ് കരിക്കുലം ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്. നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഫിലോസഫിക്കൽ ബേസും അതുപോലെ സോഷ്യോളജിക്കൽ ബേസും ഒക്കെ പഠിക്കേണ്ടുന്ന പേപ്പറാണ്. അതിന് യൂണിവേഴ്സിറ്റിയുടെ 50 മാർക്കിനുള്ള എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇതോടൊപ്പം തന്നെ ആ പേപ്പറിനോടനുബന്ധിച്ച് 25 മാർക്കിൻ്റെ ഇൻറ്റേർണൽ വർക്കുകളും വരാറുണ്ട്. അങ്ങനെ 75 മാർക്സ് ടോട്ടൽ. ഇനി EDU 02 എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ ലേണർ. അത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറാണ്. അതിനും ഇതുപോലെ തന്നെ 50 മാർക്ക് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഉണ്ടായിരിക്കും, തിയറി പേപ്പർ. അതുപോലെ 25 മാർക്ക് അതിനോടനുബന്ധിച്ചുള്ള പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ കൂടെ ചേർന്നിട്ടുള്ള 25 മാർക്ക്. അങ്ങനെ ടോട്ടൽ 75 മാർക്ക്. ഇനി മൂന്നാമത്തെ പേപ്പറായ EDU 03 എന്ന് പറയുന്നത് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ എഡ്യൂക്കേഷനാണ്. ടെക്നോളജിയുടെ പേപ്പറാണ്. അതിനും ഇതേപോലെ തന്നെയാണ് മാർക്ക് വരുന്നത്. ഇനി തിയറി തന്നെ നമുക്ക് നമ്മുടെ അതാത് ഓപ്ഷണൽ സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള 13ഓളം ഓപ്ഷണൽ സബ്ജക്റ്റുകളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പറുകളാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫിസിക്കൽ സയൻസിൻ്റെതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്പറുകൾ വരാറുണ്ട്. നമുക്കിപ്പോൾ EDU 04ഉം 1 to 13 വരെയുള്ള സബ്ജക്റ്റുകൾ, അത് ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ EDU 05ഉം അതുപോലെ തന്നെയാണ്. അപ്പോൾ തിയറിറ്റിക്കൽ ബേസ് ഓഫ്, ഇപ്പോൾ ഫിസിക്കൽ സയൻസ് എന്നാണെങ്കിൽ ഫിസിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ നമ്മൾ ചേർത്ത് വായിക്കണം. സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്. അതുപോലെ EDU 05 എന്ന് പറയുന്നത് പെഡഗോജിക് കണ്ടന്റ് നോളജ് അനാലിസിസ് ഇൻ ഫിസിക്കൽ സയൻസ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്. അവിടെ എന്താണോ ഡാഷ് വരുന്നത് അവിടെ നിങ്ങളുടെ സബ്ജക്റ്റ്, ഓപ്ഷണൽ സബ്ജക്റ്റ് വരും. അതിനും സെയിം ഇത് തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്. 50 മാർക്കിൻ്റെ തിയറി പേപ്പർ നമ്മൾ എക്സാം എഴുതണം. അത് കഴിഞ്ഞ് 25 മാർക്കിന് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ ഉണ്ടായിരിക്കും. അത് ഇൻറ്റേർണൽ മാർക്കാണ്. ഇതും കൂടി ചേർത്ത് 75 മാർക്ക്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ തിയറി ബേസ് ചെയ്തിട്ട് വരുന്നത്, കോർ പേപ്പർ ബേസ് ചെയ്ത് വരുന്ന 5 പേപ്പറുകൾ ചേർന്നിട്ട് നമുക്ക് ഇത്രയും ആണ് വരുന്നത് മാർക്കുകൾ. അത് 75 വീതം 5 പേപ്പറിനും വരുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഈ EDU 101 എന്ന് പറയുന്നത് കോളേജ് ബേസ്ഡ് ആയിട്ട് നമുക്ക് വരുന്ന വർക്കുകളാണ്. ഇങ്ങനെ കോളേജ് ബേസ്ഡ് ആയിട്ടും അതുപോലെ സ്കൂൾ ബേസ്ഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ്, അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് തിയറി പേപ്പറുകളെ കുറിച്ച്. ഇപ്പോൾ പറയാൻ പോകുന്നത് കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളെ കുറിച്ചാണ്. അതിൽ EDU 101.1 എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കഷൻ, ഡെമോൺസ്ട്രേഷൻ, മൈക്രോ ടീച്ചിങ്, ഇതൊക്കെ തന്നെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നില്ല, അതുകൊണ്ട് അതിന് മാർക്കില്ല. രണ്ടാമത് നമുക്ക് വരുന്നത് 101.2 എന്ന് പറയുന്നത് യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറാണ്. അതിന് 50 മാർക്കിൻ്റെ ഇൻറ്റേർണൽ എക്സാം മാത്രമേ ഉണ്ട്, ഇൻറ്റേർണൽ വർക്കിൻ്റെ
മാർക്ക് മാത്രമേ ഉള്ളൂ, ഇൻറ്റേർണൽ മാർക്കേ ഉള്ളൂ. അതിന് തിയറി പേപ്പർ ഇല്ല. അങ്ങനെ ആകെ ടോട്ടൽ 50 ഉള്ളൂ. അതുപോലെ ആർട്ട് ആൻഡ് എസ്തെറ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പെർഫോമിംഗ് ആർട്സും അതുപോലെ നിങ്ങളുടെ കലാകായിക രുചികളൊക്കെ ചേർത്തിട്ടുള്ള അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള വർക്കുകളുണ്ട്. പ്രാക്ടിക്കൽ വർക്കുകളും അതുപോലുള്ള ആ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ചേർത്തിട്ട് 101.3 എന്ന് പറയുന്നതിന് 25 മാർക്കുണ്ട്. അങ്ങനെ നമുക്ക് കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് യോഗയുടെ റെക്കോർഡും അതെല്ലാം ചേർത്തിട്ട് 50 മാർക്ക്, പിന്നെ ആർട്ട് ആൻഡ് എസ്തെറ്റിക്സിൻ്റെ 25 മാർക്ക്, അങ്ങനെ കോളേജ് ബേസ്ഡ് ആയിട്ട് 75 മാർക്ക്. ഇത് ഇൻറ്റേർണൽ മാത്രമാണ്, ഇതിനൊന്നും തന്നെ എക്സാം നടക്കുന്നില്ല. ഇനി ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ നമുക്ക് സ്കൂൾ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ സ്കൂളുമായിട്ട് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, അത് അവൈലബിലിറ്റി അനുസരിച്ച് സ്കൂളിൽ പോവുകയും അവിടെ നമ്മൾ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലാതെയോ ഒക്കെയുള്ള കോമൺ ക്ലാസ്സുകൾ കാണുന്നത്, ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഒബ്സർവ് ചെയ്യുക, അതുപോലെ സ്കൂളിൻ്റെ കംപ്ലീറ്റ് ഫങ്ഷനിങ് മനസ്സിലാക്കുക. നമ്മളവിടെ പറ്റുമെങ്കിൽ 1-2 ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ എടുക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ ശ്രമിക്കുക. ഇങ്ങനെ സ്കൂൾ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. 102.1 എന്ന് പറയുന്നതാണ് അത്. അതിന് നമുക്ക് 15 മാർക്ക്. ഇൻഡക്ഷൻ പ്രോഗ്രാമിന് നമ്മൾ സ്കൂളിൽ പോയതിൻ്റെ റിപ്പോർട്ട് വയ്ക്കുമ്പോൾ നമുക്ക് 15 മാർക്കുണ്ട്. അതുപോലെ 2 മോഡൽ ലെസൺ പ്ലാൻ നമ്മൾ അവിടെ കണ്ട് അതിൻ്റെ ഒബ്സർവേഷൻ റിപ്പോർട്ട് എഴുതുന്നതിന് 10 മാർക്ക്. അങ്ങനെ സ്കൂൾ ഇൻഡക്ഷന് നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് 25 മാർക്ക് നമ്മുടെ വർക്കായിട്ട് വരുന്നുണ്ട്. ഇനി EDU 103 എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. അത് 103.1 വരും. അത് ഒക്കേഷണൽ ഓർ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ SUPW പോലെ വരുന്ന വർക്ക് എഡ്യൂക്കേഷനിൽ വരുന്നത്, അതിന് 15 മാർക്കുണ്ട്. പിന്നെ ഒരു ഓപ്ഷണൽ വൈസ് ഫീൽഡ് ട്രിപ്പ് വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ സയൻസ് സബ്ജക്റ്റുകാരാണെങ്കിൽ സയൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു ഫീൽഡ് ട്രിപ്പ്, അല്ല ഇപ്പോൾ സോഷ്യൽ സയൻസുകാരാണെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻസ്, അങ്ങനെ ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷണൽ വൈസ് ഒരു ഫീൽഡ് ട്രിപ്പ്, അതൊരു 1 ഡേ ട്രിപ്പായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിന് 10 മാർക്ക്. അങ്ങനെ വൊക്കേഷണൽ വർക്കും ഫീൽഡ് ട്രിപ്പും കൂടെ ചേർത്ത് 25 മാർക്കുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ടോട്ടൽ മാർക്സ് ആൻഡ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്നത് നമുക്ക് 250 മാർക്ക് നേരത്തെ പറഞ്ഞ 5 പേപ്പറുകളുടെ നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള 250 മാർക്ക്, ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം കൂടി ചേർത്ത് ആദ്യത്തെ പേപ്പറിനോടനുബന്ധിച്ചുള്ളതും കൂടി ചേർത്തിട്ടുള്ള 250 മാർക്ക് ഇൻറ്റേർണൽ ആയിട്ട് നമുക്ക് വരുന്ന മാർക്ക്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് 250, അതേ എമൗണ്ട് തന്നെ നമ്മൾ റിട്ടേൺ ആയിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന 250 ചേർത്ത് 500 മാർക്കാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. അത് 100 ദിവസത്തെ 6 മണിക്കൂർ വീതമുള്ള ഇത് 20 ക്രെഡിറ്റ്സ് വരുന്ന 30 മണിക്കൂറാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ബേസിലാണ് കരിക്കുലം സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പോവാം. നവംബർ മുതൽ മാർച്ച് വരെ വരുന്ന ഒരു ക്രെഡിറ്റ്, അത് 30 മണിക്കൂർ വരുന്ന 1 ക്രെഡിറ്റ് 30 മണിക്കൂറായിട്ട് കണക്കാക്കിയിട്ടുണ്ട്, 25 മാർക്ക് വീതമുള്ളത്. ഇതിൽ നമുക്ക് തിയറി വരുന്നത് 3 പേപ്പറുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ പേപ്പറുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അതാത് ഓപ്ഷണലുകളുടെ 2 പേപ്പറും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ EDU 05 വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. EDU 06 ആണ് സബ്ജക്റ്റ് കോഡ്. അത് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അതിൽ നമുക്ക് സോഷ്യോളജിയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന കണ്ടൻറ്റ് തന്നെയാണ് വരുന്നത്. നേരത്തേതുപോലെ 50 മാർക്ക് എക്സ്റ്റേണൽ എക്സാം ഉണ്ട്, ഇൻറ്റേർണൽ മാർക്ക് 25 മാർക്കുണ്ട്, അങ്ങനെ 75 മാർക്ക്. ഇനി രണ്ടാമത്തെ പേപ്പർ പെർസ്പെക്റ്റീവ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്, അത് സൈക്കോളജി ബേസ് ചെയ്ത് വരുന്ന പേപ്പറാണ്. അതിന് നേരത്തെ അതുപോലെ തന്നെ 75 മാർക്ക്. ഇനി അസസ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, നമ്മുടെ ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കണ്ടൻറ്റ് വരുന്ന അസസ്മെൻറ്റ് വരുന്ന പേപ്പർ, അതിന് ഇതുപോലെ 75 മാർക്കാണ്. ഇനി നമുക്ക് 2 ഓപ്ഷണൽ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ കരിക്കുലം ആൻഡ് റിസോഴ്സസ് ഇൻ ഡിജിറ്റൽ ഇറ എന്ന് പറഞ്ഞിട്ട് ഇൻ ഫിസിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ട് മാറി മാറി വരും 13 സബ്ജക്റ്റുകൾ. അതിന് ഇതുപോലെ തന്നെയാണ്. അതുപോലെ EDU 10 എന്ന് പറയുന്ന പേപ്പർ നമുക്ക് ടെക്നോ പെഡഗോജി കണ്ടൻറ്റ്, അത് ടെക്നോ പെഡഗോജി വരുന്ന ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ തന്നെ പേപ്പർ. അങ്ങനെ നേരത്തെ ഫസ്റ്റ് സെമസ്റ്ററിൽ എങ്ങനെയാണോ 5 പേപ്പർ വന്നത് അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലും തിയറി പേപ്പേഴ്സ് ഒരേപോലെ തന്നെ വരുന്നു. അടുത്ത് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ പോലെ തന്നെ കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ മാർക്കാണ് നോക്കാനുള്ളത്. അത് EDU 201, നേരത്തെ 101 ആയിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ അത് 201 ആവുന്നു. സെമസ്റ്ററാണ് ഫസ്റ്റ് നമ്പർ വരുന്നത്. അതിൽ 201.1 അതിനകത്ത് വരുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കഷൻ. നമ്മൾ 10 ലെസൺ പ്ലാൻ
ഡെമോൺസ്ട്രേഷൻ ലെസൺ പ്ലാൻ 5 എഴുതണം, 5 മാർക്സ് ഈച്ച് വെച്ചിട്ടുണ്ട്. സെമസ്റ്റർ 1 and 2 പിന്നെ 10 ക്രിറ്റിസിസം ലെസണും കൂടെ ചേർത്തിട്ട് 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയാണ് ലെസൺ പ്ലാൻ വരുന്നത്. ഇത് ഈ പേരുകളൊക്കെ കേട്ട് ആദ്യമേ തന്നെ വിഷമിക്കേണ്ട. നമ്മൾ ലെസൺ പ്ലാൻ എഴുതുന്നത് ഡിസ്കസ് ചെയ്ത് ക്ലാസ് റൂമിനകത്ത് ഡിസ്കസ് ചെയ്ത് എഴുതുന്നത് ഡിസ്കഷൻ ലെസൺ പ്ലാൻ. നമ്മൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ, അതായത് വേറെ ആരെങ്കിലും എടുക്കുന്ന ഒരു ക്ലാസ് കണ്ടിട്ട് അത് എഴുതുന്നത് ഡെമോൺസ്ട്രേഷൻ ലെസൺ എന്ന് പറയും. അതുപോലെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നു, അതിനെ ബാക്കിയുള്ളവർ ചേർന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എഴുതുന്നത് ക്രിറ്റിസിസം ലെസൺ പ്ലാൻ. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് 30 മാർക്ക് ഇൻറ്റേർണൽ മാർക്കുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ടൂറ് നമുക്ക് 2ാമത്തെ സെമസ്റ്ററിലും വരുന്നുണ്ട്, ഫീൽഡ് ട്രിപ്പ്, അതിന് 10 മാർക്ക്. അതുപോലെ ഒരു സ്കില്ല് നമ്മൾ മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഒരു സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനും അതിൻ്റെ ലെസൺ പ്ലാൻ എഴുതുന്നതിനും ഒക്കെ ചേർത്ത് 10 മാർക്ക്. അങ്ങനെ 30, 10, 40, 10, 50 മാർക്ക് ഒന്നിച്ച് വരുന്നുണ്ട്. ഇനി ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമുക്ക് 2ാമത്തെ സെമസ്റ്ററിൽ റെക്കോർഡ് വരുന്നുണ്ട്, അതിന് 50 മാർക്ക് വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 50 മാർക്ക് അവിടെ തിയറി ആയിട്ട് തിയറി എഴുതാതെ തന്നെ നമുക്ക് ഇൻറ്റേർണലി കിട്ടുന്നുണ്ട്. ഇനി ആർട്ട് ആൻഡ് തിയേറ്റർ പ്രാക്ടീസിന് 25 മാർക്ക് വരുന്നുണ്ട്. ബി എഡിന് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒരുപാട് ഇൻറ്റേർണൽ മാർക്കുകൾ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 250 മാർക്കിന് നമ്മൾ തിയറി എഴുതണം, 250 മാർക്കിന് ഇവിടെയും നമുക്ക് ഇൻറ്റേർണൽ മാർക്കുകളെല്ലാം കൂടി ചേർത്ത് വരുന്നുണ്ട്. അങ്ങനെ ആകെ 500 മാർക്കാണ് വരുന്നത്. ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് 100 ഡേയ്സ് തന്നെയാണ്. നമുക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഈ ഡിസ്കഷൻ ലെസൺ പ്ലാനോ അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ്ങോ ഇങ്ങനെയുള്ള ഒരു ലെസൺ പ്ലാനും തന്നെ നമുക്ക് അവസാനം വരുന്ന പ്രാക്ടിക്കൽ എക്സാം, അതല്ലെങ്കിൽ കമ്മീഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ കമ്മീഷനിൽ നമുക്ക് എക്സ്റ്റേണൽ വാല്യുവേഷൻ ഇല്ല. ഇൻറ്റേർണലി ഈ പേപ്പറുകളെല്ലാം തന്നെ സെമസ്റ്റർ 2 അതെല്ലാം തന്നെ അതാത് കോളേജിലെ ഓപ്ഷണൽ ടീച്ചേഴ്സും സബ്ജക്റ്റ് അവരവരുടെ തിയറി പേപ്പറിൻ്റെ ടീച്ചേഴ്സും ഒക്കെ തന്നെയാണ് അസസ് ചെയ്യുന്നത്. വേറെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഇല്ല എന്നുള്ളത് കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് 3rd സെമസ്റ്ററിലെ പേപ്പറുകൾ നോക്കാം. ആകെ 3 പേപ്പർ മാത്രമേ തിയറി നമുക്ക് എഴുതാനായിട്ട് വരുന്നുള്ളൂ. 2 ജനറൽ പേപ്പറും 1 ഓപ്ഷണൽ പേപ്പറും. ജനറൽ പേപ്പർ നമ്മൾ 10 വരെയാണ് പറഞ്ഞത്. EDU 11 ആണ് അടുത്ത പേപ്പർ. 11ഉം 12ഉം ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവ്സ് ഇൻ എഡ്യൂക്കേഷനും അതുപോലെ ലേണർ ഇൻ ദ എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് 2 പേപ്പർ 50 മാർക്ക് വീതം. ജനറൽ പേപ്പർ 1 ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ പേപ്പറാണ്. എമർജിങ് ട്രെൻഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ, ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ, ഓരോ സബ്ജക്റ്റിനും ബേസ് ചെയ്തിട്ട് അതാത് സബ്ജക്റ്റുകളുടേത് പേര്, ഓപ്ഷണലിൻ്റെ പേരാണ് ആ ഡാഷിൽ വരുന്നത്. അതിനും 50 മാർക്ക് റിട്ടൺ എക്സാം, 25 മാർക്ക് അതിന് ഇൻറ്റേർണൽ മാർക്കുണ്ട്. അങ്ങനെ 75. അങ്ങനെ ഈ സെമസ്റ്ററിൽ 3 പേപ്പർ മാത്രമാണ്. ഇനി നമുക്ക് 3rd സെമസ്റ്ററിൽ കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്, അതായത് പേര് കാണുമ്പോൾ അറിയാമല്ലോ, EDU 301. 301 എന്ന് പറയുമ്പോൾ 3rd സെമസ്റ്ററിൽ വരുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ആർട്ട് ആൻഡ് എസ്തെറ്റിക്സിന് 25 മാർക്ക് ഇൻറ്റേർണൽ ഉണ്ട്. അതുപോലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ 25 മാർക്കുണ്ട്. ഓരോ സെമസ്റ്ററിലും നമുക്ക് ഈ 2 പേപ്പറുകൾക്കും മാറി 25ഉം 50ഉം ഒക്കെ ആയിട്ട് മാർക്കുകൾ, ഇൻറ്റേർണൽ മാർക്കുകൾ വരുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 302 EDU 302 എന്ന് പറയുന്നത് സ്കൂൾ ബേസ്ഡ് ആണ്. അത് നമുക്ക് സ്കൂൾ ഇൻറ്റേൺഷിപ്പ്, അതായത് നമ്മുടെ ശരിക്കുള്ള ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഒരു കണ്ടൻ്റാണ് അവിടെ വരുന്നത്. അത് നമുക്ക് ടോട്ടൽ ഒരു 275 മാർക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് പല പല കാര്യങ്ങൾക്കായിട്ട് ഒന്നിച്ച് ആണ് മാർക്ക് ഇട്ടേക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അതിൻ്റെ സ്പ്ലിറ്റപ്പ് ഉണ്ട്. ഓപ്ഷണൽ നമ്മുടെ സാധാരണ 40 ലെസൺ പ്ലാനാണ് നമ്മൾ ഒരു ടീച്ചിങ് പ്രാക്ടീസ് സമയത്ത് നമ്മൾ റെക്കോർഡിലാക്കി എടുക്കേണ്ടത്. അതതിൻ്റെ വൈവയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഇതൊക്കെ തന്നെ നമുക്ക് 3rd വരുന്നതൊക്കെ തന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിന് 150 മാർക്ക് ടോട്ടൽ വരുന്നത്. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അതായത് പരീക്ഷ നമ്മൾ നടത്തി അതിൻ്റെ അനാലിസിസ് വരുന്നുണ്ട്, 15 മാർക്ക്. അതുപോലെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അതിൻ്റെ റെമഡിയേഷനും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട. ഈ പേരുകളൊക്കെ തന്നെ നമുക്ക് സ്വാഭാവികമായും നമ്മൾ 1ാം ക്ലാസ് മുതലെയൊക്കെ ചെയ്തു വരുന്ന ചില പരീക്ഷകളാണ്. പക്ഷേ നമുക്കതിൻ്റെ ഒന്നും സയൻറ്റിഫിക് നെയിം അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ എഴുതുന്ന പരീക്ഷയാണ്, സാധാ പരീക്ഷയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും മാർക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു ഏരിയ വന്നു, അവിടെ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നത് കാരണം ടീച്ചർ ആ പോർഷൻ മാത്രം ഒന്ന് പഠിപ്പിച്ചിട്ട് വേറൊരു ടെസ്റ്റ് നടത്തും. അത് വരുന്നത്
വരുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നമുക്കൊരു ചെറിയ ഹെൽപ്പ് തന്ന് ഒന്നുകൂടെ പഠിപ്പിക്കും, അത് റെമഡിയേഷൻ. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും 1ാം ക്ലാസ് മുതൽ അച്ചീവ് ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് പേരറിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക്, ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ റീഡിങ് ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന അതിൻ്റെ എന്തൊക്കെയാണ് കണ്ടൻറ്റ്, അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നതിന് ഒരു 10 മാർക്ക് വരുന്നുണ്ട്. ഇനി നമ്മളൊരു ബ്ലോഗിൽ നമ്മുടെ കുറച്ച് കണ്ടൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, അതിന് 10 മാർക്ക്. ഇനി നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രം ഉള്ള ഒരു ടെസ്റ്റ് ബാറ്ററി പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മളെ കണ്ടൻറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം എഴുതി ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം. അതിനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ബാറ്ററി എന്നാണ് അതിനെ പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ പ്രിപ്പയർ ചെയ്ത് 3rd സെമസ്റ്ററിൽ നമ്മൾ ഓരോ പേപ്പറിനും 20 ക്വസ്റ്റ്യൻ വീതം പ്രിപ്പയർ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ ഉണ്ടാക്കും. അതിനൊരു 20 മാർക്കുണ്ട്. ഇനി നമ്മൾ റിഫ്ലക്റ്റീവ് ജേണൽ, ഈ റിഫ്ലക്റ്റീവ് ജേണൽ എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡയറി എഴുതത്തില്ലേ, ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഞാൻ ഇന്ന് എന്ത് പഠിച്ചു, നാളത്തേക്ക് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ചു. ശരിക്കും ഡയറി പോലെ തന്നെ ഒരു സംഭവമാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ജേണൽ എന്ന് പറയുന്നത്. വലിയ പേരൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അതൊക്കെ എഴുതാൻ വളരെ രസകരമാണ്. ഇനി ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷന് 2 ലെസൺ പ്ലാൻ ഉണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് 50 മാർക്കുണ്ട്. അങ്ങനെ 275 മാർക്ക് നമുക്ക് സ്കൂൾ ഇൻറ്റേൺഷിപ്പിന് മാത്രമായിട്ട് വരുന്നുണ്ട്. അതൊരു 12 ആഴ്ച വരുന്ന ഒരു പ്രോഗ്രാമാണ്. 40 ലെസൺ പ്ലാൻ നമ്മൾ കവർ ചെയ്യണം. ഇനി നമുക്ക് 3rd സെമസ്റ്ററിൽ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ്. EDU 303 എന്നാണ് അതിൻ്റെ പേര്. കമ്മ്യൂണിറ്റി ബേസ്ഡ് വരുന്നതാണ്. 303-1 കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ്, പ്രോഗ്രാം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സെൽഫ്. നമ്മുടെ 5 ദിവസത്തെ അല്ലെങ്കിൽ 4 ദിവസത്തെയൊക്കെ വരുന്ന ഒരു ക്യാമ്പ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതിന് 50 മാർക്കാണ്. ക്യാമ്പിൽ നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കമ്പൽസറിയാണ്. ക്യാമ്പ്, ടൂറ്, ഫീൽഡ് ട്രിപ്പ് ഇതൊക്കെ തന്നെ കമ്പൽസറിയാണ്. നമുക്കിതൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന് നമുക്ക് 50 മാർക്കുണ്ട്. അതിൻ്റെ റിപ്പോർട്ടൊക്കെ എഴുതണം. അങ്ങനെ നമുക്ക് ടോട്ടൽ 450 മാർക്കാണ് ആ ഒരു സെമസ്റ്ററിൽ മാത്രം നമുക്ക് ഇൻറ്റേർണൽ വരുന്നത്. അടുത്തത് നമുക്ക് 150 മാർക്കിന് 3 പേപ്പർ നമ്മൾ എഴുതുന്നതും കൂടി ചേർത്ത് 600 മാർക്കാണ് 3rd സെമസ്റ്ററിൽ ടോട്ടൽ വരുന്നത്. ഇനി നമുക്ക് 4th സെമസ്റ്ററിലേക്ക് പോയാൽ നമുക്ക് 2 എക്സാമുകൾ മാത്രമേ ഉള്ളൂ. അത് ഓൺലൈൻ എക്സാമുകളാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാമാണ്. EDU 14 എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പെർസ്പെക്റ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ 50 മാർക്കിന് തന്നെയാണ് നമുക്ക് അത് എക്സാം വരുന്നത്. അതിനും 25 മാർക്ക് ഇൻറ്റേർണൽ ഉണ്ട്. ഇനി കരിക്കുലം ആൻഡ് പെഡഗോജിക്കൽ കോഴ്സസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് EDU 15 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കരിക്കുലം ആൻഡ് പെഡഗോജിക് കോഴ്സസ് ഇൻ അതാത് സബ്ജക്റ്റ്. അതിനും ഇതുപോലെ 50 മാർക്കിൻ്റെ റിട്ടൺ എക്സാം ഉണ്ട്. അതിന് 25 മാർക്ക് ഇൻറ്റേർണലും കൂടെ ചേർത്ത് 75 മാർക്ക് വീതം. അങ്ങനെ 150 മാർക്ക് അവിടെ നമ്മുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് വരുന്ന പ്രാക്ടിക്കൽ കോഴ്സസും എൻഗേജ്മെൻറ്റ് വിത്ത് ദ ഫീൽഡ്, അതായത് EDU 401 എന്ന് പറയുന്ന സംഭവമാണ്. അതിനകത്താണ് നമ്മുടെ 4th സെമസ്റ്ററിൽ വരുന്ന പ്രോജക്റ്റ് വരുന്നത്. മൈനർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച്, കേസ് സ്റ്റഡി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ചെറിയ പ്രോജക്റ്റ് നമ്മൾ ചെയ്യണം. എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ റിസർച്ച് മെത്തഡോളജി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ റിസർച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് 40 മാർക്കാണ്. അതിൻ്റെ വൈവ, എക്സ്റ്റേണൽ വൈവ ഉണ്ട്. അങ്ങനെ ടോട്ടൽ അതിന് 50 മാർക്ക്. ഇനി സ്കൂൾ ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട് അടുത്ത 4th സെമസ്റ്ററിൽ വരുന്ന ടീച്ചിങ് പ്രാക്ടീസിന്. അതിന് ഇതുപോലെ തന്നെയാണ് നമുക്ക് 30 ലെസൺ പ്ലാനും 90 മാർക്സിൻ്റെത് വരുന്നുണ്ട്. അങ്ങനെ 120 മാർക്ക് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് അത് മാത്രം വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനും അതിൻ്റെ അനാലിസിസും 15 മാർക്കും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും റെമഡിയലും കൂടെ വരുമ്പോൾ അതിന് 10 മാർക്കും വരുന്നുണ്ട്. അങ്ങനെ 200 മാർക്ക് നമുക്ക് ആ ഒരു 402 ടീച്ചർ ഇൻറ്റേൺഷിപ്പിൽ വേണ്ടിയിട്ട് 2ാമത്തെ ഫേസിൽ കിട്ടുന്നുണ്ട്. ഇനി റീഡിംഗ് ആൻഡ് റിഫ്ലക്ഷൻ അവിടെയും വരുന്നുണ്ട്. അതിന് നമുക്ക് ടെക്സ്റ്റിന് 10 മാർക്ക്, റിഫ്ലക്റ്റീവ് ജേണൽ വരുന്നുണ്ട്, ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് അവിടെ 10 മാർക്ക് വരുന്നുണ്ട്. ഇനി എക്സ്പോഷർ ടു കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രിപ്പറേഷൻ ഓഫ് എ സാമ്പിൾ യൂണിറ്റ് ഓഫ് ടെക്സ്റ്റൽ മെറ്റീരിയൽ, നമ്മളൊരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അതിന് 25 മാർക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 300 മാർക്ക് അവിടെ നമുക്ക് ഇൻറ്റേർണൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. 100 മാർക്കാണ് നമ്മൾ 2 തിയറി എക്സാം എഴുതുന്നത്. അങ്ങനെ 4th സെമസ്റ്ററിൽ നമുക്ക് ടോട്ടൽ 400 മാർക്കിനാണ് മാർക്ക് വരുന്നത്. ഇനി നമുക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആണ് നോക്കാനുള്ളത്.
1ഉം 2ഉം 3ലും സെമസ്റ്ററിൽ നമുക്ക് റിട്ടൺ എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. EDU 01 മുതൽ EDU 013 വരെ വരുന്ന ആ ഒരു കണ്ടിന്യൂഷൻ വരുന്നത് നമുക്ക് റിട്ടൺ എക്സാമുകളാണ്. നമുക്കതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 5 എണ്ണം ഉണ്ടായിരിക്കും. ഓരോ മാർക്ക് വെച്ച് ടോട്ടൽ 5 മിനിറ്റ് സമയമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി 1 വേർഡ് അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസിൽ ആൻസർ എഴുതേണ്ടുന്ന 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിനും 1 മാർക്ക് വെച്ചാണ്. അതിന് നമുക്ക് സമയം തന്നേക്കുന്നത് 5 മിനിറ്റാണ്. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് 10 മാർക്കിനാണ് 5 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് അത് നമുക്ക് 20 മിനിറ്റ് മാക്സിമം എഴുതാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്. അത് 6 എണ്ണം തന്നിട്ടുണ്ടാവും, 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ആ എഴുതുന്ന 4 എണ്ണത്തിന് 5 മാർക്ക് വെച്ചിട്ട് 20 മാർക്ക്. അത് 1 മണിക്കൂറോളം നമുക്ക് എഴുതാനായിട്ട് സമയമെടുക്കാം. ഇനി ഒരു എസ്സേ ഉണ്ടായിരിക്കും. 2 എണ്ണം തന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതാനായിട്ടാണ് വരുന്നത്. അതിന് നമുക്ക് 10 മാർക്ക് വരുന്നുണ്ട്. 10 മാർക്കിന് നമുക്ക് 30 മിനിറ്റ് സമയം യൂസ് ചെയ്യാനായിട്ട് എടുക്കാം. ഇങ്ങനെ നമുക്ക് 20 ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടായിരിക്കും. ആകെ 50 മാർക്കിന് 120 മിനിറ്റ് നമുക്ക് മാക്സിമം എഴുതാനായിട്ട് ഉണ്ടായിരിക്കും. അതായത് 2 മണിക്കൂറിൻ്റെ എക്സാമാണ് വരുന്നത്. ഈ സമയം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചോദിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് തുടങ്ങാനുള്ളത് എന്നുള്ളത് വിജയത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു ഘടകമാണ്. കാരണം ഒരുപാട് എസ്സേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമുക്ക് ആകെ ഒരു എസ്സേ എഴുതാനേ കാണത്തുള്ളൂ. അപ്പോൾ അതിൽ വരത്തക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അതുപോലെ ഒരുപാട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് കാര്യമില്ല. വെരി ഷോർട്ട് ആൻസറും ഉണ്ട്, ഷോർട്ട് ആൻസറും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഏത് തരത്തിൽ ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം പരീക്ഷ എഴുതാനുള്ള. ഇനി 4th സെമസ്റ്ററിൽ നമുക്ക് ഓൺലൈൻ എക്സാമാണ്. 2 പരീക്ഷയുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ ആയിരിക്കും. 50 ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച് 50 മാർക്കിനുള്ള പരീക്ഷയാണ്. 1.5 മണിക്കൂറാണ് സമയമുള്ളത്. 50 ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് 1.5 മണിക്കൂർ സമയം കിട്ടും. ഈ കണ്ട വിവിധ പേപ്പറുകളോ അല്ലെങ്കിൽ പരീക്ഷകളോ ഒക്കെ തന്നെ വളരെയധികം ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചിരിക്കാം. ഇതൊക്കെ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്ന് ചെയ്ത് തീർക്കും എന്നുള്ളത്. വർഷങ്ങളായിട്ട് വളരെ എൻജോയ് ചെയ്തു. ഞാനൊക്കെ എൻ്റെ BEd പഠനകാലം ജീവിതത്തിലെ BEdും MEdും അങ്ങനെ തന്നെ വളരെയധികം ആഗ്രഹിച്ച് വളരെയധികം എൻജോയ് ചെയ്ത് പഠിച്ച ഒരു കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ റെഡിയാവുന്ന ഒരു മനസ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ പോകും. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു നല്ലൊരു കോഴ്സാണിത്. ഇതിനോടനുബന്ധിച്ച് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ BEdന് പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്നതും അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.